കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. നിങ്ങളെല്ലാവരുടെയും മുൻപിലേക്ക് ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യം ഇല്ലാതെ ആയി. അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്കുള്ള വാഗ്ദത്ത പ്രകാരം മരുഭൂമി വഴിയായി യഹോവയായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ആരാധിപ്പാനും തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ആ ദൈവം ഇന്ന് മോശയുടെ കാലശേഷം യോശുവയിലൂടെ തൻ്റെ ജനത്തെ ദൈവം നടത്തിക്കൊണ്ടുവരുമ്പോൾ സകല രാജാക്കന്മാരും വിചാരിച്ചു, സകല പട്ടണങ്ങളും സകല രാജ്യങ്ങളും വിചാരിച്ചു ഈ ഇസ്രായേൽ മക്കളുടെ ഈ യാത്ര യോർദാനിൽ അവസാനിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോരിയ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരും അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ഉരുകിപ്പോകുമാറ്, അവരിൽ ഒട്ടും ലവലേശം ചൈതന്യം ഇല്ലാതാകുമാറ് സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തി. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിന് വേണ്ടി യോർദാനിലെ വെള്ളത്തെ ദൈവം വിഭാഗിച്ച് ആ യോർദാൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ ജനം കടക്കുവാൻ ഇടയായി എന്നറിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ വഴികൾ അടയപ്പെടുമെന്ന്, ഇവരിന് മുന്നോട്ട് പോകയില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിധി എഴുതിക്കൊണ്ടായിരുന്ന അമോരി രാജാക്കന്മാരും കനാന്യ രാജാക്കന്മാരുടെയും ചൈതന്യം നഷ്ടപ്പെടുമാറ്, അവർ ഉരുകിപ്പോകുമാറ്, അവരുടെ ഹൃദയങ്ങൾ ഉരുകിപ്പോകുമാറ് ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായി. ജീവിതത്തിൻ്റെ മുൻപിൽ സകല വഴികളും അടയപ്പെട്ട് ജീവിതത്തിൻ്റെ മുൻപിൽ മരണമല്ലാതെ യാതൊന്നും മുന്നിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നീ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് നിന്നെ നോക്കി ആലോചന അറിയിക്കുന്നത്, നിന്റെ തകർച്ച കാണുവാൻ കാത്തുനിന്ന ശത്രുമണ്ഡലങ്ങളുടെ മുൻപിൽ നിന്റെ അവസാനം കാണുവാൻ, നിന്റെ മരണം കാണുവാൻ കാത്തിരുന്ന മാനുഷിക പൈശാചിക തലങ്ങളുടെ മുൻപിൽ ഇതാ അവൻ്റെ ഹൃദയത്തെ ഉരുക്കുമാറ്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മുഖത്ത് ചൈതന്യം ലവലേശമില്ലാതാകുമാറ് എൻ്റെ മക്കൾക്ക് വേണ്ടി യോർദാൻ്റെ നടുവിൽ എൻ്റെ ദൈവം വഴി തുറന്നെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇതാ എൻ്റെ ദൈവം വഴികളെ തുറക്കുവാൻ പോകുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.